നീ എവിടെയാ? ഞാനവിടെ ഉണ്ടമ്മ. നാടകം കഞ്ഞി. ഓയ് കുട്ടികളെയും കൊണ്ട് തോറ്റു. മഴയത്ത് കളിക്കാണ്ട് കേറി പോടിയാത്ത്. മഴയത്ത് കളിക്കുന്ന കുട്ടികളെ പേരെത്തിട്ട് സ്റ്റാഫ് റൂമിൽ കൊണ്ടാട്ടോ. മാഷ് തെങ്ങട്ടാ പോയേ? ചൂരിലെടുക്കണേ. മാഷ് തെങ്ങട്ടാ പോയേന്ന്? എന്റെ ഖദീജ, ഇന്നലെ ആയിരുന്നില്ലേ നമ്മുടെ കേശവ മാഷിന്റെ ചാവടി യന്ത്രം? ഇന്നലെ ആയിരുന്നാ? 100-150 പേർക്കാ ഈ കൈ കൊണ്ട് സദ്യ ഉണ്ടാക്കിയത്. അതും 3 തരം പ്രഥമൻ. ഓ, അതുകൊണ്ടൊക്കെ എന്ത് കാര്യമില്ല മാഷേ. അതെന്താ ഖദീജ അങ്ങനെ ഒരു പറച്ചില്? അതെ, ജീവിച്ചിരിക്കുമ്പോ ഒരു തുള്ളി വെള്ളം കൊടുക്കാണ്ട് ചത്തേണ്ട ഈ നാട്ടുകാരെ തെറ്റിപ്പൊട്ടിട്ട് എന്തേലും കാര്യമുണ്ടോ മാഷേ? ആ സദ്യയും കൊണ്ട് മാഷിന് എന്തേലും ഗുണമുണ്ടോ? അതിനെ നീ സദ്യയെ കുറ്റം പറയരുത്. ബെല്ലടിച്ച അബ്ദു ഹാജർ, അഖിൽ ഹാജർ, പാത്തു പാത്തു, കഞ്ഞിപ്പാത്തു. ഓ, ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? ഖദീസുവേ. എന്താ മാഷേ? പാത്തു എങ്ങടാ പോയേ? അവളാ ക്ലാസ്സിലെങ്ങാനും ഉണ്ടാവും മാഷേ. ക്ലാസ്സിലില്ല. എന്റെ മോളെവിടെ പോയി മാഷേ? അതല്ലേ ഞാൻ നിന്നോട് ചോദിച്ചേ. കഞ്ഞിപ്പാത്തെ കാണാനില്ലേ? കഞ്ഞിപ്പാത്തെ വീണ്ടും കാണാതായേ? അയ്യോ എന്റെ മോളെ, നീ എവിടെ പോയി കിടക്കുക? ഓ എന്റെ ഖദീസു, നീ ഒന്ന് അടങ്ങ്. എന്താ മാഷേ, എന്താ കാര്യം? കഞ്ഞിപ്പാത്തൂനെ പിന്നെയും കാണാതായി, അത്രേ ഉള്ളൂ. അത്ര ഉള്ളൂന്നാ? മാഷേ, മക്ക അമ്മാനക്കലെ പറമ്പിലെ പൊട്ടെങ്കിലും നോക്കിയാലോ? ഓ പതുക്കെ പറയടാ വിവരദോഷി. പൊട്ടക്കിണറ്റില്ല. അയ്യോ എന്റെ മോളെ. എന്റെ ഖദീസു, നീ ഒന്ന് അടങ്ങ്. പാത്തേ, കഞ്ഞിപ്പാത്തേ, പാത്തേ, നീ എവിടെയാ? പാത്തേ, പാത്തേ. കഞ്ഞിപ്പാത്ത് കൊമ്പത്ത്. ഇറങ്ങടി താഴെ. നിന്നോടാ ഇറങ്ങാൻ പറയുന്നേ? ഇല്ല. നിന്റെ സദാനന്ദം മാഷാടി പറയുന്നേ കത്തി കാട്ടി. നിന്നോടാ മര്യാദക്ക് ഇറങ്ങാൻ പറയുന്നേ. എവിടെ പോയി? വീട്ടിലെ പൊടിയും തട്ടി നിക്കടി അവിടെ. എന്റെ പുറകെ എന്നാലും എന്റെ പാത്തൂട്ടിയെ നീ ഇതെങ്ങടാ പോയേ? ഇരിക്കുന്ന ഒറ്റ സാധനം കാരണ ഞാൻ ഒളിച്ചോടി പോയേ. എന്തോട്ട്? കഞ്ഞിങ്കല? കഞ്ഞിങ്കലല്ല, കഞ്ഞി. മനോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ സ്കൂളിൽ കഞ്ഞി വെക്കാൻ വരരുതെന്ന്. ഞാൻ കഞ്ഞി വെക്കാൻ വരുന്നതിന് നിനക്കെന്താടി പെണ്ണേ? അല്ലേ തന്നെ നാട്ടുകാരല്ലേ തന്നെ വിളിക്കുന്നേ. കഞ്ഞി നമ്മൾ ഉദ്ദേശിച്ചേ. കഞ്ഞിപ്പാത്തുവേ, ഇവന്മാരെ ഞാൻ ഇന്ന് നിക്കടവിടെ. പാത്തു, നീ ആ കഞ്ഞിക്കലവിടെ വെക്കടി. നീ എന്റെ വീട് കാണാൻ വരുന്നൊന്നും കുഴപ്പമില്ല, പക്ഷെ ഞെട്ടരുത്. 4 കെട്ടാ മോനെ, 4 കെട്ട്. പാത്തു, 4 കെട്ടോ? 4 കെട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ലട്ടാ. പാത്തൂട്ടിയേ, ആരാത്? അയ്യോ ഉപ്പ, ഇന്റെ ചെങ്ങായിയാ. മോൻ എവിടുത്തെയാ? സ്കൂളിൽ ഇപ്പുറത്തുള്ള പിപ്പിനെ അറിയോ? പിപ്പിനെയാ? നമ്മടെ പിപ്പിരി മമ്മദ്. പിപ്പിരി മമ്മന്റെ മോനയ്യേ. ഇവിടെ വാടാ. പാത്തു, അയാൾക്ക് എന്നെ അറിയാം. എനിക്കറിയാം, എന്റെ പറമ്പിൽ വേലി കെട്ടാൻ വരുന്ന ആളായാള്.
പാത്തു, നീ ഭയങ്കര പൈസക്കാരിയല്ലേ? എനിക്ക് അതിന്റെ അഹങ്കാരമൊന്നും ഇല്ലടാ, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ കൂടെ കൂട്ടിയേ. അപ്പം തന്നെ എന്റെ വീട് കണ്ടിട്ടേ പോണ്ടു. അത് ശരിയാവൂല, ഉപ്പാക്ക് അത് ഇഷ്ടപ്പെടൂല. എന്നൊക്കെ എന്താ ഇഷ്ടപ്പെടും? അയ്യോ ദാരിദ്ര്യം! ഒന്നാമത് നിന്റെ ഈ വള്ളി ട്രൗസറും കൊരങ്ങ മോന്തയും. അങ്ങനെ വേണേ ഇത് അയച്ചിടാം. അയ്യേ, ഈ ചെക്കനെ കണ്ട് പോടവിടുന്ന്. വീട് പോടവിടുന്ന്. 4 കെട്ട് കാണാൻ വന്നേക്കുന്നവൻ. നിനക്ക് ഞാൻ കാട്ടിത്തരാട്ടാ. എനിക്ക് ഇഷ്ടമില്ല. എന്താടി നീ മീൻ പെടക്കണ മാതിരി പെടക്കണേ? ഉമ്മനെ എങ്ങാനും എന്റെ സ്കൂളിൽ കഞ്ഞി വെക്കാൻ വന്നാ വെക്കടി അവിടെ. ഞാൻ ശരിക്കും കളിച്ചോടി പോവും. എങ്ങട്ട്? ബോംബെക്ക്. ബോംബെക്കാ? എന്നിട്ട് ഞാൻ വല്ല കൊള്ള സംഗീതത്തിലും ചേരും. നീ ചേരോടി? ഉമ്മാന്റെ കാര്യം പോട്ടെ വെക്കാം. ഉപ്പയോ? എന്താടി? ഞാൻ വരുമ്പോ തന്നെ ഉണ്ട് ആ മനക്കല പറമ്പില് ഒരു മുഷിഞ്ഞ തോർത്തു കൊടുത്ത് വേലി കെട്ടുന്നു. കണ്ടാ തന്നെ അറയ്ക്കും. അറക്കണല്ലേ? മണ്ണി പണിയെടുത്തും വേലി കെട്ടിയൊക്കെ തന്നെയാടി നിന്നെ വളർത്തിയേ. എന്നിട്ടിപ്പോ നിനക്ക് അറക്കണല്ലേ? എന്നാ പിന്നെ തന്തേനെ തള്ളേനെ എവിടെയെങ്കിലും കൊണ്ട് കളയടി. ഞാൻ ശരിക്കും കളയട്ടോ കുഞ്ഞിപ്പാത്തേ. ആഹാ, ദേവർ നാണിക്കാലൻ. സഞ്ചിയും കാർഡും എടുത്ത മേലെ ഒഴുകിട്ട് പോയാ പോരെ നിങ്ങക്ക്? ഇന്ന് ശനിയാഴ്ച അല്ലേടി, ഇന്നും കൂടി പോയില്ലേ പിന്നെ അരി കിട്ടുവോ? ഇന്ന് ശനിയാഴ്ചയാലേ. പാത്തൂട്ടിയെ, ഈയും കൂടെ ചെല്ലുപ്പാന്റെ കൂടെ. ഞാനെങ്ങല്ലേ? ദേ നേരെ ഇരുട്ടുന്നുണ്ട്, എന്റെ വായിന്ന് വല്ലതും കേക്കണ്ട. നീയും കൂടെ ചെന്നേ. അവക്ക് വല്ലതും പഠിക്കാനുണ്ടാവടി. അരിയും മണ്ണെണ്ണയുണ്ട്. ആ വരമ്പത്തോടെ ഒറ്റയ്ക്ക് വരണ്ടേ നിങ്ങള്? വരമ്പത്തോടെ വന്നാലെന്താ? വരമ്പിന് വല്ലതും പറ്റുമോ? ഇവളെ ഇന്ന് ഞാൻ മാറവിടുന്ന്. അല്ലോ, ഒടിച്ച് കളഞ്ഞല്ലോടി നീ ഇതിനെ. വരുന്നോര് വാ. എന്നാ ചെല്ലേ. എന്താടി നിനക്കൊരു നാണം പോലെ? പാൻ്റോടെ ചെന്നേ. ഇത് പിന്നെയും പൊട്ടിയ. ഉപ്പാക്കി പഴയതൊക്കെ കൊണ്ട് കളഞ്ഞൂടെ? അങ്ങനെ പഴയതൊക്കെ കൊണ്ടേ കളയാൻ പറ്റൂടി? അല്ലാ, അബ്ദു പാത്തു പോയ തോന്നതായിരിക്കും. മോളെ പാത്തൂട്ടിയെ. എന്താ മൊയ്ക്ക? ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നതാ, ഇപ്പൊ കാണാനുമില്ല. ഹൈ, ഇതെന്ത് കൂത്ത്? ഈ പെണ്ണിന് ഇതേ ഉള്ള പരിപാടി? പാത്തു, ഈ കാനയിലിരിക്കുന്ന പിന്നെ ആരാ? കേറി വാടി അവിടുന്ന്. പാത്തു, അതാരാ? അതിന്റെ വീടിന്റെ അടുത്തുള്ള ആളാ. നിന്ന് കഥകളി കളിക്കാണ്ട് പോയി സാധനം എടുത്തു വെക്കടാ. മക്കളെ കണ്ണേ പൊന്നേന്നും പറഞ്ഞ് വളർത്തിയിട്ട് അവസാനം നമ്മുടെ പൂത്ത റേഷനരി തെങ്ങിന്റെ തടത്തി കൊണ്ടിടുന്ന പോലെ ഇടും. അതവരെ പ്രായല്ലേ ചങ്ങായി? പ്രായം. നിങ്ങളുടെ ഈ കഞ്ഞിപ്പാത്ത സ്കൂളിൽ ഉണ്ടാക്കിയ പുകിലറിയോ? ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാ? പാത്തു, അതിന്റെ ഉപ്പയാലേടി? അല്ലടാ, ശരിക്കുമല്ല. എന്റെ റേഷൻ കാർഡ് ഞാൻ നോക്കട്ടെ. ഗ്രഹനാഥൻ മൊയ്തോട്ടി 45, ഭാര്യ കദീസു, മകൾ പാത്തോട്ടി 13. നീ വെറുങ്ങഞ്ഞല്ലേടി, ഒരൊന്നൊന്നര കഞ്ഞിയ. എന്നാലേ നീ ഇതാരോട് പറയണ്ടോ. ഉപ്പ കിട്ടിയില്ലേ? പഠിച്ചോനെ, എങ്ങനെയൊന്ന് കല്യാണം കഴിഞ്ഞാ മതിയേനു. ഹൈ, കല്യാണം? എന്നാ പിന്നെ ആരെന്നെ കഞ്ഞീനെ വിളിക്കൂലോ. നിന്നെ ഞാൻ നാളെ തന്നെ കെട്ടിക്കാട്ടാ. അങ്ങനെ പാത്തു ഒരു 5-6 ഓണം കൂടി കൂടുതലുണ്ട്. അങ്ങനെ ഇരിക്കാണ് സുന്ദരനും സുമുഖനുമായ തെങ്ങുമുണ്ടക്കാരൻ ചുക്കൂറ വഴി വരുന്നത്. എന്റെ സങ്കല്പത്തിലെ അതേ പെൺകുട്ടി.
ആ എന്നാ പിന്നെ ചെക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ. ആവാലോ, പഴയ കാലൊന്നല്ലല്ലോ. ഇത്രയും ഹാൻഡ്സമും സൽസ്വഭാവിയായ നിങ്ങൾ എന്താ കല്യാണം കഴിക്കാത്തെ? ഇത്രയും സുന്ദരിയായ പെൺകുട്ടി എനിക്ക് കണ്ടെത്താനായില്ല. അയ്യോ, എനിക്ക് നാണാവുന്നു. അടി നോക്കുകുട്ടി. നോക്കൂട്ടിയോ? അതല്ല, നോക്കുകുട്ടി, നമുക്ക് നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതൊരു സിനിമയുടെ പേരല്ലേ? സിനിമയാ? അത് ഞാനേത് കവിതയാ? കവിതയൊക്കെ എഴുതൂലേ? പിന്നെ ഞാൻ നന്നായി കണ്ണെഴുതും. പാത്തു, ഷുക്കു, ദേ നാട്ടാരെ, ചെക്കൻ്റെ വീട്ടുകാരെ മുന്നിൽ നിന്ന് കഞ്ഞിന്ന് വിളിച്ചാണ്ടല്ലോ. എന്താ ശുക്കൂറെ രണ്ടാളും പാടത്ത് വീണ് കിടക്കണേ? എണീറ്റ് പോയിനടാർന്ന്. ഒന്നുമില്ല, ഒരു തവളാനെ പിടിക്കാൻ വന്നയാ. അങ്ങനെ പാത്തു ഒരു 5-6 ഓണം കൂടി കൂടുതലുണ്ട്. പക്ഷേ പാത്തു ദമ്പതികൾക്ക് മക്കളൊന്നും ഉണ്ടായില്ല. അങ്ങനെ അവർ പല സ്ഥലങ്ങളിലും ചെന്ന് നേർച്ചയും വഴിപാടും കഴിച്ചതിന് ശേഷം അവർക്കൊരു കുഞ്ഞുണ്ടായി. മോനെ, തക്കടേ, ഉമ്മാന്റെ വാവേ. ഉമ്മക്ക് മാറി നിന്ന് കുളിപ്പിച്ചാലെന്താ? മുറ്റാകെ വൃത്തികേടാക്കാൻ ആരെങ്കിലും കേറി വന്നാലോ? ആകെ കഞ്ഞി പരിവം, കഞ്ഞികള്. മോളെ, ഉമ്മാക്ക് ഈ കലവും കൊണ്ട് അങ്ങോട്ട് പോവാൻ പറ്റാത്തോണ്ടല്ലേ വെയിലൊതിക്കുമ്പോ വെള്ളം പറ്റിക്കോളും. ഒന്ന് എണീറ്റേ, ഇനി ഉമ്മർത്തിരുന്നു വേണ്ട. മോനെ, മോന്റെ പൊന്നും കൂടെ മോക്ക് ഉച്ചോ സുന്ദരനായല്ലോ. ഉമ്മ, ആ ഉപ്പത് അടുക്കളയിൽ പാത്രങ്ങളൊക്കെ തട്ടിയിടുന്നേ, നാശം. മോളെ, ഉപ്പാക്ക് കഞ്ഞി കുടിക്കാനായിട്ട് പാത്രം നോക്കിയതാ. ആ ഉമ്മാക്ക് അതങ്ങ് എടുത്തു കൊടുത്തൂടെ? ഇത് അവിടെ പോയി കിടക്കുക. ഞാനിപ്പാന്റെ മുണ്ടൊന്ന് നനച്ചിടായിരുന്നു മോളെ. ഓ, 2 കഞ്ഞികളെ കൊണ്ട് തോറ്റു, ബാക്കിയുള്ളവർക്ക് ശല്യാവാൻ. മോളെ, നിന്റെ ഉപ്പ ഇപ്പൊ ഒരു കൊച്ചു കുട്ടികളെ പോലെയാ. ദേ നമ്മുടെ ഈ കുഞ്ഞനെ പോലെ. ഉമ്മ ഇതെന്തൊക്കെയാ പറയണേ? വയസ്സായ എല്ലാരും കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകും. എന്നാ പിന്നെ ഒക്കത്ത് വെച്ചങ്ങ് നടക്കാൻ കെട്ട്. നിങ്ങക്ക് എന്തേലും വേണേലേ എന്നോട് പറഞ്ഞാ പോരെ, വെറുതെ ബാക്കിയുള്ളവർക്ക് ശല്യാവാൻ. പാത്തു, ആ മോന്റെ ഉപ്പ വന്നല്ലോ. ആ, ഇത് കൊള്ളാലോ. ഇതും എന്റെ മോനെ നടക്കാനുള്ളതാ. ഇതെന്തിനാ ഇപ്പൊ 2 എണ്ണം? ഇത് നമ്മുടെ ഉപ്പാക്ക് കുത്തിപ്പിടിച്ച് നടക്കാൻ, പിന്നെ ഇത് നമ്മുടെ മോനും. ആ, ഇനി പിജിന്റെ കുറവും കൂടിയുള്ളൂ. അയ്യോ, ഉമ്മമ്മന്റെ മോൻ വീണോടാ. എണീക്ക്. ആഹാ, ഉമ്മന്റെ മോൻ അപ്പിട്ടാ. എഴുന്നേക്ക്, കഴുകി തരാട്ടാ. കദീസു, ഓ, ഈ ഇപ്പൊ ഇതെന്തൊക്കെയാ കാട്ടിക്കൂട്ടണേ? വയസ്സായ ഒരിടത്ത് അടങ്ങിയിരിക്കണം. ഓരോ കുന്ത്രാണ്ടം അവിടെ തന്നെ കുഴിച്ചു മൂടി ഞാൻ.
നാശം. മോളെ, ഉപ്പാക്കത് അറിയാതെ പറ്റിയതാ. ഓ, എങ്ങനെയാലും പഠിച്ചോനെ നീ അങ്ങോട്ട് വിളിച്ചിരുന്നേല്. മോളെ, അറിയാതെ പറ്റിയതടി. കരയ്യ? നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ നമ്മുടെ മോളെ വളർത്തിക്കൊണ്ട് വന്നേ. അവള് മിടുക്കിയായി വളർന്നൂലേ? നമ്മളിപ്പോ ആറിപ്പോയ കഞ്ഞികളാടി. ആ, പഴമഞ്ഞുകള്. ഉമ്മ, ഇതെന്താ? പറയൂ. പ്ലാവില. പാത്തു, ഇവിടെ വാടി. ഇതെന്താ? പ്ലാവില. എന്ത് പ്ലാവില? നിങ്ങക്കെന്താ ഭ്രാന്തണ്ടോ? പഴുത്ത പ്ലാവില മനുഷ്യ. ആണല്ലോ. ആ, ഈ പ്ലാവില വീണപ്പോ നമ്മളെ പ്ലാവിന്റെ മോളിന്ന് ഭയങ്കര കൂട്ടച്ചിരി. ആരാ? ഐ, ആ പച്ച പ്ലാവിലകളെ. അതെന്തിനാ ഇവിടെ പറയണേ? കാര്യണ്ടടി, നീ ഇവിടെ ഇരിക്ക്. നിനക്കേ ഞാൻ മനസ്സിലാക്കി തരാം. അതിങ്ങക്ക് അറിയില്ലല്ലോ. ദേ, ഈ ഇരിക്കണ ഉമ്മാന്റെ വയറ്റിലെ ഒരു പാത്രം ഉണ്ടായിരുന്നു. ആ പാത്രത്തിലെ ഒരൊറ്റ വറ്റിന്റെ കഞ്ഞിയായിരുന്നു നീ. 10 മാസം വെള്ളം വറ്റാതെ ചൂടാറാതെ തിളപ്പിച്ച് കൊണ്ടുവരുന്നതാടി ഓരോ രക്ഷിതാക്കളും മക്കളെ. നിനക്കൊക്കെ അത് മനസ്സിലാവണമെങ്കിലേ നീ ഒരു 10-40 ഓണം കൂടി കൂടുതൽ ഉണ്ണണം. ഉമ്മാ, 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 ഉമ്മാ. ആരെ കാണിക്കാനാ തന്നെ ഈ ഉമ്മത്തിരിക്കുന്നെ? അകത്തെങ്ങാനും പോയി ഇരിക്കുന്നുള്ളു, അല്ലേലും മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന മോളെ. അതങ്ങനാടി, എല്ലാ നന്മകളെയും ചവിട്ടി താഴ്ത്തിയ നമ്മൾ ജീവിച്ചേ. സാരില്ലടി, കഞ്ഞി പോലൊരു മനസ്സുണ്ടാവണം. ഒരിക്കലും ചൂടാറാത്ത കഞ്ഞി ഓരോ മനസ്സിലുണ്ടാവണം. ആ, അപ്പൊ എല്ലാം ശരിയാവും. മോളെ, പാത്തുവേ. അങ്ങനെ വിളിച്ചു പോവരുതെന്നെ. പാത്തു, കഞ്ഞി പാത്തു. അതാണ് കഞ്ഞികളാവണം.